ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ കാണാം അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്താ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ. ചോറാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ പിന്നെ ചായയുടെ കടിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ. നേരെ ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് പപ്പടം പൊരിക്കുകയാണ്. പിന്നെ എനിക്ക് പപ്പടം പൊരിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കത്തിയും കൊണ്ട് കുത്തുന്നതാണ് ഇഷ്ടം. എത്ര പപ്പടക്കോലുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ഇടണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മോന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മഴ കേട്ടോ. അപ്പോൾ അവൻ തന്നെ വാരി കഴിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. പക്ഷേ കഴിക്കൽ ഒരു തലയ്ക്ക് കൂടെ നടക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ വാരിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറുതിന് ഇതാ കുറുക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവന് വയ്യാത്ത കാരണം കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഒരു വായ കഴിക്കണം എന്നുണ്ടെങ്കിൽ അവന് അതും ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും കാണിച്ചിട്ടൊക്കെ നടക്കണം കേട്ടോ. എന്നാലാണ് അവൻ ഒരു വായെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ അവൻ തീരെ വയ്യ, നല്ല ജലദോഷവും കഫക്കെട്ടും ഉണ്ട്. അപ്പോൾ ഈ നേരത്തിന് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവനെയും കൊണ്ട് ഇങ്ങനെ വണ്ടി ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപ്പ് അടുപ്പത്ത് വെച്ച് പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നേരെ വന്നിട്ട് നമ്മുടെ ചീനമുളകിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ചു. പച്ചമുളകിനെക്കാട്ടിലും നല്ല എരിവുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം അതൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചുണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് മോനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവൻ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കി വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്നെ ഒരു 10:30 10:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതും പപ്പടം കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൻ അംഗനവാടി കൊണ്ടാക്കി വന്നാൽ തന്നെ പകുതി പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. പിന്നെ നമുക്കൊന്നിങ്ങനെ ഇതായിട്ട് പണികളൊക്കെ ചെയ്യാമല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ്റെ പിന്നാലെ തന്നെ അവൻ അതെടുക്കണതും ഇതെടുക്കണതും വികൃതടിക്കണതും നോക്കിയിട്ട് അങ്ങനെ നടക്കണം കേട്ടോ. മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറുതിൻ്റെ ഇടയ്ക്ക് ഇട്ട് പോയിട്ട് ഒന്ന് സ്നേഹിക്കും, അല്ലെങ്കിൽ നല്ലോണം തല്ലും ചെയ്യും കേട്ടോ. സ്നേഹിക്കുകയാണെങ്കിൽ അവൻ കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ച് അവനെടുത്ത് പൊക്കലും അതൊക്കെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ അത് കാരണം അവരെ പിന്നാലെ തന്നെ നടക്കേണ്ട അവസ്ഥയാണ്. ചെറുതിനാണെങ്കിൽ വയ്യാത്ത കാരണം പിന്നെ ഒരാളല്ലെങ്കിൽ ഒരാളെടുത്തിട്ടിരിക്കും വേണം. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കി ഇടാണ് കേട്ടോ. പിന്നെ ഇതാ ബക്കറ്റിൽ ഇതിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഇതിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ലൈൻ പൈപ്പിൽ നിന്നല്ലേ വെള്ളം എടുക്കുന്നത്. അത് കാരണം കൊണ്ട് അതിലെല്ലാത്തിലും പിടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് വെള്ളം നിൽക്കുകയെന്ന് അറിയില്ല, അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇതാ കറിക്കുള്ളതൊക്കെ അതാക്കാനുണ്ടോ. വെണ്ടയ്ക്കും പരിപ്പും കൂടെ കറി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഉപ്പേരിക്ക് ഇതാ ക്യാരറ്റും ബീട്രൂട്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാശി പിടിക്കും കേട്ടോ. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അവൻ നല്ല ഇതിലാണ് ഇരിക്കട്ടോ. അപ്പോൾ വയ്യാത്ത കാരണം കൊണ്ട് ഭയങ്കര കുറുമ്പാണ് കേട്ടോ. അവൻ ഇരിക്കുകയില്ല, എപ്പോഴും ഇരുത്തി കഴിഞ്ഞാൽ അങ്ങനെ എന്താ നിൽക്കുക കേട്ടോ. അവൻ നിൽക്കുക പറഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീറ്റ് വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ വയ്യാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ കഫക്കെട്ടും ഭയങ്കര ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾക്ക് വയ്യെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര പണികളൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചെയ്യാൻ. അങ്ങനെ എന്താ ഞാൻ കറിയൊക്കെ ഇതൊക്കെ വേഗം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയും പരിപ്പും കൂടിയിട്ട് പിന്നെ ഇതാ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കൊക്കെ മതി വെച്ചിട്ട് പിന്നെ ഇപ്പോൾ മീൻ പോകാത്ത കാരണം കൊണ്ട് അങ്ങനെ മീൻ കിട്ടാറുമില്ല കേട്ടോ. ഇടയ്ക്ക് 1-2 വട്ടം വാങ്ങുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എന്താ വൈകുന്നേരത്ത് ഞാനും താത്താൻ്റെ മോനും കൂടിയിട്ടാട്ടോ ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇക്കായ്ക്ക് വർക്കുണ്ട്. അപ്പോൾ വർക്കിന് പോയിക്കാണ്, വരാൻ പറ്റില്ല. അപ്പോൾ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. അത് തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞായറാഴ്ച ഡോക്ടർ ലീവായ കാരണം തിങ്കളാഴ്ച നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചൂടായ കാരണം അങ്ങനെ പുറത്തൊക്കെ വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഡോക്ടർ ആവി പിടിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം കഫക്കെട്ടും കുറുകലും ഒക്കെ ഉണ്ട്. അതിന് മരുന്ന് തന്നിട്ടുണ്ട്. ഇനി നിർബന്ധമായിട്ടും ബുധനോ അല്ലെങ്കിൽ വ്യാഴമോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറവില്ല എന്നുണ്ടെങ്കിൽ എക്സ്റേ എടുക്കണം, എടുത്ത് നോക്കിയിട്ട് അഡ്മിറ്റ് ആക്കണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ അത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലത്തെ ലേശം വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇക്കാൻ്റെ വണ്ടി മീൻ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്ചേഞ്ച് അടിച്ചിട്ട് നമ്മൾ പുതിയ വേറെ ബൈക്ക് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ബൈക്ക്.
ബൈക്ക്. അപ്പോൾ അന്ന് നമുക്ക് കിട്ടുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്നും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മാഷാ അല്ലാഹ് വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇനി മുതൽ ഇതിലാണ് ഇൻഷാ അല്ലാഹ് മീനിന് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങണം എന്നുള്ളൊരു ഇതിലൊക്കെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ദുആ ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി ഷോറൂമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.